الحمد لله رب العالمين. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحماയ അള്ളാഹുവേ, ഞങ്ങളുടെ മജ്‌ലിസ് നീ കബൂലാക്കണേ റഹ്മാനെ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിൽ ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500ാമത്തെ ജന്മദിനം ആഘോഷം നടക്കുന്ന സമയമാണ്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതെല്ലാം നിലയ്ക്ക് നമുക്ക് സ്നേഹിക്കാനും ആദരിക്കാനും കഴിയും, ആ നിലയ്ക്ക് സ്നേഹിക്കാനും ആദരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോൾ കഴിഞ്ഞ വർഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ആ ദിവസത്തിനെ കുറിച്ചിട്ടും, അതേപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെ കുറിച്ചിട്ടുമാണ് ക്ലാസ് എടുത്തത്. ഇനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുല കൊടുത്ത ഉമ്മമാരെ കുറിച്ചിട്ടും, ആ മുല കൊടുക്കുന്ന സമയത്ത് ഉമ്മമാർ കണ്ട അത്ഭുതങ്ങളെ കുറിച്ചിട്ടും, അതേപോലെ ഏറ്റവും കൂടുതൽ മുല കൊടുത്തത് ബഹുമാനപ്പെട്ട ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ, ആ ഉമ്മനെ കുറിച്ചിട്ടും ആ ഉമ്മ കണ്ട അത്ഭുതങ്ങളെ കുറിച്ചിട്ടുമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് താരീഖിൻ്റെ കിതാബിൽ പറയുന്നു, 8ഓളം ഉമ്മമാർ മുല കൊടുത്തിട്ടുണ്ട്. അർളഅതുഹു മിനൻ നിസാഇ ഫമാനുൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 8ഓളം ഉമ്മമാർ മുല കൊടുത്തിട്ടുണ്ട്. വഖീല, പറയപ്പെട്ടു 8അല്ല, അതിനേക്കാളും കൂടുതലും എന്താക്കിയിട്ടുണ്ട്, മുല കൊടുത്തിട്ടുണ്ട് എന്നിട്ട്. ആദ്യമായിട്ട് മുല കൊടുത്തത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മയാകുന്ന ഉമ്മുഹു ആമിന റളിയല്ലാഹു തആല അൻഹ. പിന്നീട് മുല കൊടുത്തത് അബൂലഹബിൻ്റെ വേലക്കാർത്തിയാകുന്ന വെള്ളാട്ടി സ്ത്രീയാകുന്ന സ്വൈബത്തുൽ അസ്ലമിയ എന്ന് പറയുന്ന ആ സ്ത്രീയാണ് രണ്ടാമത് മുല കൊടുത്തത്. ഏറ്റവും കൂടുതൽ മുല കൊടുത്തത് ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയാണ്. കാരണം അറബികൾക്കുള്ള ഒരു ശൈലിയാണ്, പ്രസവിച്ച ഉടനെ ഉമ്മമാർ മുല കൊടുത്തിട്ട് പിന്നെന്താക്കും, ആ കുട്ടികളെ വേറെ ഉമ്മമാർക്ക് എന്താക്കും, കൊടുക്കും മുല കൊടുക്കാൻ വേണ്ടിയിട്ട്, നല്ല ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ നല്ല നിലക്ക് ആ മക്കളെ പോറ്റി വളർത്താൻ വേണ്ടിയിട്ടും, പ്രസവിച്ച ഉമ്മക്ക് നല്ലൊരു ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ടും എന്താക്കും, മുല കൊടുക്കാൻ വേണ്ടി വേറെ സ്ത്രീകൾ എന്താക്കും, ഏൽപ്പിച്ചു കൊടുക്കും. അത് അറബികൾക്കുള്ള ഒരു ശൈലിയാണ് പഴയ കാലത്ത്. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദ്യമായിട്ട് മുല കൊടുത്തത് ആമിന ഉമ്മയാണ്. പിന്നീട് മുല കൊടുത്തത് അബൂലഹബിൻ്റെ അടിമസ്ത്രീയാകുന്ന സ്വൈബത്തുൽ അസ്ലമിയ എന്ന് പറയുന്ന ആ സ്ത്രീയാണ്. ഉമ്മ മുസ്ലിമായിട്ടുണ്ടോ ഇല്ലേ എന്ന് പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതുമാവട്ടെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോയിട്ട് പോലും സ്വൈബത്തുൽ അസ്ലമിയ റളിയല്ലാഹുവിനെ കുറിച്ചിട്ട് അന്വേഷിക്കാറുണ്ടായിരുന്നു. മദീനത്തേക്ക് ഹിജ്റ പോയിട്ട് മുല കൊടുത്ത ഉമ്മാനെ കുറിച്ചിട്ട്, ആ ഉമ്മ എങ്ങനെ ഉണ്ട്, ആ ഉമ്മൻ്റെ ആരോഗ്യത്തിനെ കുറിച്ചിട്ടും ഇടയ്ക്കിടയ്ക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു. മാത്രമല്ല, ആ ഉമ്മാക്ക് വലിയ സമ്മാനങ്ങൾ, വസ്ത്രങ്ങൾ, ഉമ്മാക്ക് ഉടുക്കാനുള്ള വസ്ത്രങ്ങൾ, വലിയ സമ്മാനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ടായിരുന്നു. പിന്നീട് അവർ മരിച്ചുപോയപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്താണ്. വിവരം അറിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, അവരുടെ കുടുംബത്തിൽ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടാ? സ്വൈബത്തുൽ അസ്ലമിൻ്റെ കുടുംബത്തിൽ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ? ഇളയണോ മൂത്തനായിട്ട് ആരെങ്കിലും ബാക്കിയുണ്ടാ? അപ്പോൾ ഇല്ല എന്നായിരുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിട്ടിയ മറുപടി. ഏതുമാവട്ടെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരുപാട് ഉമ്മമാർ മുല കൊടുത്തിട്ടുണ്ട്. നോക്കണം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വൈബത്തുൽ അസ്ലമിയ എന്ന പെണ്ണ് മുല കൊടുക്കാൻ കാരണം എന്താണ്? തുടക്കം തുടങ്ങാം.
എന്താണ് കാരണം? അബൂലഹബ് റസൂലുള്ളാഹിന്റെ കുഞ്ഞമായിട്ട് കിടാറുമല്ല. അബൂ ലഹബ് റസൂലുള്ളാഹിന്റെ എളാപ്പയാണ്. ഏറ്റവും കൂടുതൽ റസൂലുള്ളാഹിനെ ദ്രോഹിച്ചതും ചീത്ത വേണ്ടാത്ത പറഞ്ഞിട്ട് വിളിച്ചത് അത് അബൂലഹബായിട്ട് കിട്ടും. ഖുർആന് പോലും അവനെ കുറിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്, ആക്ഷേപിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ അബൂലഹബിനെ ആരോ ഒരാള് കിനാവുര് കണ്ട്, അബൂലഹബ് ചത്തുപോയെന്ന് പിന്നെ ആരോ ഒരാള് കിനാവുര് കണ്ടു. ആ കിനാവുര് കണ്ടപ്പോ ബഹുമാനപ്പെട്ട ഹാഫിദ് ശംസുദ്ദീൻ ജസരി റളിയല്ലാഹു അൻഹു, വലിയ മഹാനാണ്, ഖുറാനിൽപ്പെട്ട ഒരാളാണ്. അയാളാണ് വിവരിക്കുന്നത്, അബൂലഹബ് ചത്തുപോയെന്ന് പിന്നെ അബൂലഹബിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ കിനാവുര് കണ്ടു. അതാരാണ്? അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്. അബ്ബാസ് റളിയല്ലാഹു റസൂലുള്ളാഹിന്റെ കുഞ്ഞബയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് ആ സ്വപ്നത്തിൽ കണ്ടത് എന്ന് വേറെ കിതാബിൽ ഇമാമിൽ വിവരിച്ചിട്ടുണ്ട്. ആ കിനാവിൽ കണ്ടപ്പോ ആ കിനാവിൽ കണ്ട ആള് ചോദിച്ചു, മാഹാരുക്ക, നിന്റെ അവസ്ഥ എന്താ ഇപ്പോ? അബൂലഹബ് കേട്ടു, നിന്റെ വിഷയം എന്താ ചോദിട്ടു? ഫിന്നാർ, ഞാൻ നരകത്തിലാണ്. അബൂലഹബ് പറഞ്ഞു, ഞാൻ നരകത്തിലാണ്. ഇല്ലാ അന്നഹു യുഖഫഫു അന്നി കുല്ല ലൈലത്തി ഇസ്നൈനി, എല്ലാ തിങ്കളാഴ്ച ജാഉ, ഞാൻ നരകത്തിലാണെങ്കിലും എൻ്റെ ശിക്ഷയെ കുറച്ചും ലഘൂകരിക്കുന്നു. ബാക്കി നാളിന്ന പോലല്ല, അണ്ടത്തെ നാളിൽ എൻ്റെ ശിക്ഷ എന്താക്കുന്നു? കുറച്ചും കുറയുന്നു. മാത്രമല്ല അമുസ്സു മിൻ ബൈനി ഇസ്ബഇ, എൻ്റെ ബെർലിൻ്റെ ഇടയിൽ അതാ ഒരു വെള്ളം വരുന്നുണ്ട്, ആ വെള്ളം ഞാൻ ഊമ്പി കുടിക്കുന്നു. ആര് പറയുന്നത്? അബൂലഹബ് ചൊല്ലേ, ഞാൻ നരകത്തിലാണെങ്കിലും തിങ്കളാഴ്ച ജാവുണക്കിന് എൻ്റെ ശിക്ഷ എന്താക്കും? ലഘൂകരിക്കുന്നു, കുറക്കുന്നു. മാത്രമല്ല എൻ്റെ ബെർലിൻ്റെ ഇടയിൽ അതാ വെള്ളം വരുന്നുണ്ട്, ആ വെള്ളത്തെ ഞാൻ ഊമ്പി കുടിക്കാറുണ്ട്. മാത്രമല്ല അബൂലഹബ് അത് എത്രയാണെന്ന് കാണിച്ചു കൊടുക്കും. ആ വെള്ളം എത്രയാണ് വരുന്നത്, അതിൻ്റെ ആ കതിർ അത് എത്ര കൊണ്ടോട്ട് കാട്ടിട്ടും കൊടുക്കും. ഇത് കിനാവിൽ തന്നെ അത് ഞാൻ ഊമ്പിട്ടുണ്ടാക്കുന്ന തന്നെ കുടിച്ചുകൊണ്ടുള്ള എന്തേ അത് എല്ലാം ഞാൻ സ്വൈബാൻ ചൊല്ലുന്ന എൻ്റെ വെള്ളാട്ടിയാകുന്ന, എൻ്റെ വേലക്കാർത്തിയാകുന്ന, എൻ്റെ പണിക്കാർത്തിയാകുന്ന പെണ്ണിനെ ഞാൻ ഇത്തുക്കാക്കിയിട്ട് വിട്ട്, സ്വതന്ത്രനാക്കിയിട്ട് വിട്ട്. എപ്പോ? ഇന്ദമാ ബശറത്ത് നബി വിലാദത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പെത്രിഞ്ചുന്ന സന്തോഷ വാർത്ത, നിങ്ങളെ അബ്ദുള്ള, നിങ്ങളെ സഹോദരൻ അബ്ദുള്ളക്ക് ഒരു ആണുക്കിടാവായിരുന്നു ചൊന്നിട്ടു, രണ്ട് വേലക്കാർത്തിയാകുന്ന പെണ്ണ് രണ്ടമുട്ട ചൊന്നപ്പോ, നീ അന്ത ഹുറുൻ, നീ സ്വതന്ത്രനാണ്, അന്തി ഹുറുൻ, നീ സ്വതന്ത്രനാണ്, നിന്നെ ഞാൻ ഇത്തുക്കാക്കിനം ചൊന്നിട്ടു, ഞാൻ എന്താക്കി അവളെ ഇത്തുക്കാക്കിയിട്ട് വിട്ട. മാത്രമല്ല റസൂലുള്ളാഹിക്ക് മുല കൊടുക്കാൻ വേണ്ടിയിട്ടും ആ പെണ്ണിനെ രണ്ട് വേലക്കാർത്തിനെ എന്താക്കിയ ഇത്തുക്കാക്കിയിട്ട് വിട്ട. ആ ഒരൊറ്റ കാരണത്താൽ എനിക്ക് തിങ്കളാസുരണ്ട്, എൻ്റെ ശിക്ഷയെ അള്ളാഹു ലഘൂകരിക്കുന്നുണ്ട്. മാത്രമല്ല എനിക്ക് കുടിക്കാനുള്ള വെള്ളം അള്ളാഹു നമുക്ക് തരുന്നുണ്ട്. ഈ സംഭവങ്ങൾ ഒരുപാട് കിതാബിൽ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിനെ ആ പ്രസവിച്ചു എന്നൊരു സന്തോഷ വാർത്ത കിട്ടിയപ്പോൾ ആ വേലക്കാർത്തിയാകുന്ന പെണ്ണിനെ ഇത് എത്തുക്ക് ചൊല്ലിയ കാരണം കൊണ്ട്, സ്വതന്ത്രനാക്കി വിട്ട കാരണം കൊണ്ട് ഖുർആനിൽ പോലും ആക്ഷേപിച്ച, അവസാനം ചാവുന്ന സമയത്ത് ഒരാൾ പോലും അടുക്കാനില്ലാതെ കയറിട്ട് വലിച്ചു കൊണ്ടുപോയി ഒരു കുണ്ടിലിട്ട് അവിടെ നിന്ന് പൂത്തുകളഞ്ഞ ആ അബൂലഹബിനിക്ക് അള്ളാഹു ഈ നിലക്ക് റസൂലുള്ളാഹിനെ പ്രസവിച്ചു എന്ന സന്തോഷ വാർത്ത, ആ ഒരു സന്തോഷപ്പെട്ട കാരണം കൊണ്ട് ഈ നിലക്ക് അവർക്ക് ചെറിയ ഒരു ശിക്ഷയുടെ അംശങ്ങൾ ലഘൂകരിക്കുന്നുണ്ടെങ്കിൽ, മുസ്ലിമായ ഞങ്ങൾക്ക് ആ റസൂലുള്ളാഹിനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ അള്ളാഹു പുറത്തു തരാണ്ടിരിക്കുമോ എന്ന് ഒരുപാട് കിതാബിൽ പദ്യമായിട്ടും ഒരുപാട് നിലക്ക് ഇമാമിങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം. അബൂലഹബിന് പോലും അള്ളാഹു ഈ നിലക്കുള്ള ഒരു റഹ്മത്ത് അള്ളാഹു കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ, റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ച് നമുക്ക് ആ മുത്ത് നബിയെ സ്നേഹിച്ചാൽ അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യാണ്ടിരിക്കുമോ? അങ്ങനെ വിശദീകരിക്കുകയാണ്, ഒരുപാട് പറയാനുണ്ട്. ബഹുമാനപ്പെട്ട
അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ കുഞ്ഞബയാണ്. റസൂലുള്ളാഹിന്റെ ചെറിയ കുഞ്ഞിക്കാലത്തിനെ കുറിച്ചിട്ട് തൊട്ടുള്ളി അള്ളാഹുവിൻ്റെ റസൂല് ആ തൊട്ടിലിൽ കടന്ന് ഉറങ്ങുന്ന ആ ചെറിയ കിടാവിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ചൊല്ലു, ഒരിക്ക ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് ചൊന്ന റസൂലുള്ള ബലിയായെന്ന് പിന്നെ എൻ്റെ മോനാകുന്ന മുത്തുനബിയിലൊട്ടി ഞാൻ ചൊന്ന റസൂലുള്ളാഹിനൊട്ടി ചൊന്ന, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ. മുത്തുനബിനെ പിന്നെ ചൊല്ലേ, എന്തൊരു ചൊല്ലേ, റഅയ്തുക ഫിൽ മഹ്ദി തുനാഗിൽ ഖമറ വതുശീറു ഇലൈഹി ബിഇസ്ബഇക ഫഹൈസു അശർത ഇലൈഹി മാല. ഓ ഹബീബായ മുത്തുനബിയെ, നിങ്ങൾ ചെറിയ കിടാവായിട്ടിരിക്കുമ്പോൾ തൊട്ടിൽ കിടന്നിരിക്കുന്ന സമയത്ത് ചന്ദ്രനാണ് കണ്ടെത്തുന്നത്. ഖമറും ചെന്നെങ്കിൽ ചന്ദ്രനാണ്, ആ ചന്ദ്രനാണ് കണ്ട്. റഅയ്തുക ഫിൽ മഹ്ദി തുനാഗിൽ ഖമറ, നിങ്ങൾ ചന്ദ്രൻ്റെ ഒട്ടിക്ക് കളിച്ചുകൊണ്ടുള്ള ആറ്. ഞങ്ങളെ ഭാഷ ചെന്നെങ്കിൽ ആ ചന്ദ്രൻ ഉണ്ടല്ലേ, ആ ചന്ദ്രനെ നോക്കിയിട്ട് നിങ്ങൾ കളിച്ചോണ്ടും ചിരിച്ചോണ്ടും ഉള്ളാറ്. നിങ്ങൾ നിങ്ങൾ ആ ചെറിയ കിടാവിരിക്കുമ്പോൾ നിങ്ങൾ ബെർൽ അപ്പുറം ഇപ്പുറം പോണ്ടു നിങ്ങൾ ഇഷാറത്താക്കിടാറ്. നിങ്ങൾ എപ്പറ ബെർൽ പോണ്ടു അപ്പുറം ആ ചന്ദ്ര ബണ്ട്, നിങ്ങൾ ഇപ്പുറം ഇഷാറത്താക്കുമ്പോൾ ചന്ദ്ര ഇപ്പുറത്ത് ബണ്ട്. ആ നിലക്കിനാണ് കണ്ടു ചെന്നിട്ടു. ഹബീബായ മുത്തുനബിനൊട്ടിಗೆ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട ഹബീബായ മുത്തുനബി ചൊന്തു, ഇന്നി കുന്തു വഹദ്ദിസുഹു വയുഹദ്ദിസുനി വയുൽഹീനി അലിൽ ബുക്കാഇ വഅസ്മഉ വജ്ബതഹു ഹീന യസ്ജുദു തഹ്തൽ അർശ്. എന്താണ് ഹബീബായ മുത്തുനബി ആ കുഞ്ഞബ ചെന്നപ്പോൾ, നിങ്ങൾക്കിടാവായിട്ടിരിക്കുമ്പോൾ തൊട്ടിലിരിക്കുമ്പോൾ നിങ്ങളെ കൈ അപ്പുറം ഇപ്പുറം പോകുമ്പോൾ ചന്ദ്രൻ അതേപോലെ അപ്പുറ ഇപ്പുറ പോയിക്കൊണ്ടിരുന്ന് ഇതിനാണ് കണ്ടൻ ചെന്നപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെന്നിട്ട് ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ് നമുക്ക് പഠിക്കാം. അർഹമുർ-റഹീമായ അല്ലാഹുവേ, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഞങ്ങൾ തുടങ്ങിയ ഈ മജ്‌ലിസ് നീ കബൂലാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഹബീബായ മുത്തുനബിൻ്റെ ആ ജനനം കൊണ്ട് അനുഗ്രഹീതമായ സമയങ്ങൾ, അതിൻ്റെ ശേഷമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതങ്ങൾ അല്ലാഹുവേ ഹബീബായ മുത്തുനബിൻ്റെ മദ്ഹായി ഞങ്ങൾ ചൊല്ലുന്നു. അല്ലാഹ് നീ കബൂലാക്കണം റഹ്മാനെ. ഇത് കാരണം ഞങ്ങളെ ദോഷങ്ങൾ നീ പുറത്തു താ റഹ്മാനെ. നിന്റെ സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളെ ഉമ്മ ബാപ്പ ഭാര്യ മക്കള് കുടുംബങ്ങളെ സ്നേഹിതന്മാരെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ ഹബീബായ മുത്തുനബിനെ സ്നേഹിച്ച കാരണം അവിടുത്തെ ഷഫാഅത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തണേ റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. إلهي لست للفردوس أهلا ولا قوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.